നീലം ഫാക്ടറികളൊക്കെ അങ്ങ് ആക്രമിക്കാൻ വേണ്ടി തുടങ്ങി. ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ സ്ത്രീകളും പങ്കാളികളായിരുന്നു എന്നുള്ളതാണ്. MSP മലബാർ സ്പെഷ്യൽ പോലീസ് നിർബന്ധമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. വനത്തിനുള്ളിലേക്കുള്ള പ്രവേശനം എന്ത് ചെയ്യും, നിഷേധിക്കും. ഓക്കെ അല്ലേ. മൂന്നാമത്തേത് വനവിഭവം. ഈ 3 നിർബന്ധമായിട്ടും പഠിക്കണം. 3 മാർക്ക് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് കൃഷിയുടെ വാണിജ്യവൽക്കരണം അല്ലേ, അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ടോപ്പിക്ക് നീലം കർഷകരുടെ കലാപം. അപ്പോൾ ഈ കലാപം തുടങ്ങുന്നത് എന്താണ്, ഇവിടം മുതൽ അങ്ങോട്ടേക്കാണ് പോയിന്റ് വരുന്നത്. പക്ഷെ അതിൻ്റെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. 1859 നീലം കർഷകരുടെ കലാപത്തിന് കാരണമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. അതാണ് ബേസ് എന്ന് പറയുന്നത്. ആ ബേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നോക്കുക, 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായിട്ടുള്ള വ്യാവസായിക വിപ്ലവം തുണി നിർമ്മാണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കേണ്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് 18ാം നൂറ്റാണ്ടിലാണ് വ്യാവസായിക വിപ്ലവം ഉണ്ടാവുന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അത് എവിടെ ഉണ്ടാവുന്നത്, അത് ഇംഗ്ലണ്ടിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവുന്നു, തുണി നിർമ്മാണ രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തുണി ഫാക്ടറികളും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിട്ടുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള തുണി ഫാക്ടറികൾ അല്ലെങ്കിൽ തുണി നിർമ്മാണശാലകൾ വളർന്നു വരുന്ന സമയത്ത് അതിന് എന്ത് ചെയ്യണം, തുണികൾക്ക് നിറം കൊടുക്കണം. പക്ഷേ ആ സമയത്ത് എന്തില്ല, ഈ ആർട്ടിഫിഷ്യൽ കളറുകളൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ കൃത്രിമ ചായങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ കൃത്രിമ ചായങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ എന്തായിരിക്കും അതിനുള്ള മാർഗം എന്ന് പറയുന്നത്, തുണികൾക്ക് നിറം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് എന്തെന്ന്, നീലം എന്ന് പറഞ്ഞ സാധനം. ഓക്കെ. നീലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെടിയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്നത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടോ, ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് ഈ സാധനം. അപ്പോൾ എന്താണ്, ഇതാണ് നീലം അല്ലെങ്കിൽ ഇൻഡിഗോ എന്ന് പറഞ്ഞ സാധനം. അതായത് തുണികൾക്ക് നിറം കൊടുക്കാനുള്ള അന്നത്തെ വസ്തു എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള നീലം ആര് കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി, ഇന്ത്യയിലെ കർഷകർ കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതും അവരുടെ ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണിലാണ് അവരെന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. എന്താ കൃഷി വാണിജ്യവൽക്കരണം, അതായത് ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യുന്ന മാറ്റം, അല്ലെങ്കിൽ അല്ലേ, അതിനാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. നീലം ഒരു എന്തല്ല ഭക്ഷ്യവിളയാണോ, അല്ല, അതൊരു നാണ്യവിളയാണ്. അപ്പോൾ ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണിൽ ഇന്ത്യൻ കർഷകർ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി, നീലം കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട്, ബ്രിട്ടീഷുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട്. ക്ലിയർ ആയില്ലേ. അങ്ങനെ എന്താണെന്ന് കുറേ കാലം മുന്നോട്ടേക്ക് പോയി. പക്ഷേ മനസ്സിലാക്കുക, 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോഴേക്ക് ഇതേ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, കൃത്രിമ ചായങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആവാൻ വേണ്ടി തുടങ്ങി. എന്നാലും ചോദിക്കേ, മഞ്ഞയും പച്ചയും നീലയും ചുവപ്പും അല്ല, ഇങ്ങനെയുള്ള നിറങ്ങളൊക്കെ അങ്ങ് വരാൻ വേണ്ടി തുടങ്ങി. സ്വാഭാവികമായിട്ടും കൃത്രിമ ചായങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന സമയത്ത് നീലത്തിൻ്റെ ഡിമാൻഡ് കൂടുമോ അതോ കുറയുമോ, നമുക്കറിയാം കുറയും അല്ലേ. നീലത്തിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്തു, അങ്ങ് കുത്തനെ അങ്ങ് കുറഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ. മാത്രമല്ല വിളവെടുപ്പ് കാലത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, ബ്രിട്ടീഷ് ഏജൻറ്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് ചെറിയ വില മാത്രമേ ആ ഒരു സമയത്ത് ലഭിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നീലത്തിൻ്റെ ഡിമാൻഡ് സ്വാഭാവികമായിട്ടും കുറയാൻ വേണ്ടി തുടങ്ങി. നീലം കൃഷി അങ്ങ് ഫ്ലോപ്പ് ആവാൻ വേണ്ടി തുടങ്ങി, അല്ലെങ്കിൽ തകരാൻ വേണ്ടി തുടങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സ്വാഭാവികമായിട്ടും ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണിൽ കൃഷിയായിട്ടുള്ള ഇന്ത്യൻ കർഷകൻ്റെ അവസ്ഥ എന്തായിരിക്കും, വളരെ പരിതാപകരമായിരിക്കും അല്ലേ. ഈ ഒരവസ്ഥയിലാണ് 1859 എന്തുണ്ടാവുന്നത്, നീലം കർഷകരുടെ സമരം അല്ലെങ്കിൽ ആ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ വർഷം പഠിച്ചു വെക്കണം, 1859. എവിടെയാണ് ഇത് ഉണ്ടാവുന്നത്, ബംഗാളിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു കലാപത്തിൻ്റെ ഭാഗമായിട്ട് നീലം കൃഷി ഉപേക്ഷിക്കുകയാണ് എന്ന് ആര് തീരുമാനമെടുക്കുന്നു, കർഷകർ
തീരുമാനമെടുക്കുന്നു. മാത്രമല്ല അവരെന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാരെ ആക്രമിക്കുന്നുണ്ട്, ബ്രിട്ടീഷുകാരുടെ ഫാക്ടറികൾ ആക്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അമ്പും വില്ലും വാളും കുന്തവും ഒക്കെ കൊണ്ട് അവരെന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി, ബ്രിട്ടീഷുകാരെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങി. നീലം ഫാക്ടറികളൊക്കെ അങ്ങ് ആക്രമിക്കാൻ വേണ്ടി തുടങ്ങി. ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ സ്ത്രീകളും പങ്കാളികളായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു കലാപത്തിൽ ആര് കൂടി ഉണ്ടായിരുന്നു? സ്ത്രീകളും പങ്കാളികളായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ രൂപീകരിക്കും അല്ലേ? അപ്പോൾ ഇവിടെയും അതേപോലൊരു കമ്മീഷനെ രൂപീകരിക്കുന്നുണ്ട്. അതായത് ഈ ഒരു കലാപം എന്തുകൊണ്ട് ഉണ്ടായി എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം അതിതാണ്, ലാഭകരമല്ലാത്തത് കൊണ്ട് നീലം കൃഷി അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു നീലം കർഷകരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷണർ റിപ്പോർട്ടിൽ പറഞ്ഞത്. അപ്പോൾ ഇത്ര പോലെ കാര്യം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഒരു കാരണവശാലും എന്ത് മറക്കാൻ വേണ്ടി പാടില്ല, വർഷം മറക്കാൻ വേണ്ടി പാടില്ല. 1859 ബംഗാളിലുണ്ടാവുന്നു അല്ലേ, നീലം കൃഷി ഉപേക്ഷിക്കാമെന്ന് കർഷകർ പ്രഖ്യാപിക്കുന്നു. അമ്പും വില്ലും വാളും കുന്തവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നീലം ഫാക്ടറികളും ബ്രിട്ടീഷുകാരെയും ആക്രമിക്കുന്നു. സ്ത്രീകളായിരുന്നു എന്തെന്ന് ഇതിൽ പങ്കെടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരെന്ന് പറഞ്ഞത്. പിന്നെ കമ്മീഷൻ, ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ലാഭകരമല്ലാത്തത് കൊണ്ട് നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് എന്ത് ചെയ്യുന്നു, വിധി എഴുതുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. ക്ലിയർ? യെസ്. അപ്പോൾ ഇനി അടുത്തത് കർഷക കലാപങ്ങൾ കേരളത്തിലും. ഓക്കെ, കർഷക കലാപങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് മാപ്പിള കലാപങ്ങളെയാണ് മക്കളെ ഉദ്ദേശിക്കുന്നത്. മാപ്പിള കലാപം അല്ല, മാപ്പിള കലാപങ്ങൾ ആണ്. അപ്പോൾ കലാപങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം നോക്കേണ്ടുന്ന കാര്യം, ആരാണ് ഈ മാപ്പിളമാരെന്ന് പറഞ്ഞാൽ? മാപ്പിളമാരെന്ന് പറഞ്ഞാൽ എന്താണ്? മാപ്പിളമാർ വെച്ചിട്ടുണ്ടെങ്കിൽ മലബാറിലേക്ക് കുടിയേറി വന്നിട്ടുള്ള, മലബാർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അതായത് നിങ്ങൾ 9ാം ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുണ്ടാവല്ലോ. ഇത് കേരളം ആണെന്ന് വെറുതെ അങ്ങ് വിചാരിക്കുക അല്ലേ. ഇപ്പോൾ നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ടെന്ന് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിങ്ങനെ കേരളത്തിനെ 3 ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്, എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എന്തെന്ന്, മലബാർ എന്ന് പറഞ്ഞ പ്രവിശ്യ. ഓക്കെ, അപ്പോൾ ഈ മലബാറിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ള തെക്കൻ കേരളത്തിലുണ്ടായിട്ടുള്ള മുസ്ലിം വിഭാഗക്കാരാണ് ആര്, മാപ്പിളമാരെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പാട്ടക്കുടിയന്മാരായിട്ടുള്ള മലബാറിലെ കർഷകരായിരുന്നു ആര്, മാപ്പിളമാർ. ഇനി എന്തിനാണ് ഈ ഒരു കലാപം ഉണ്ടാകുന്നത്? ജന്മിമാരുടെ കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള ദ്രോഹ നടപടികൾക്ക് എതിരെയായിട്ടാണ് എന്തുണ്ടാകുന്നത്, ഈ ഒരു കലാപം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഭൂമിയുടെ അവകാശി ആരാണ്? അത് ജന്മിമാരായിരുന്നു. അപ്പോൾ ഈ ജന്മിമാരുടെ കയ്യിൽ നിന്നും മാപ്പിളമാർ അല്ലെങ്കിൽ കർഷകരായിട്ടുള്ള ഈ മുസ്ലിം വിഭാഗക്കാർ എന്ത് ചെയ്യും, ലാൻഡ് പാട്ടത്തിന് എടുക്കും. അതായത് ഇത്ര നാൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ലാൻഡ് നമുക്ക് തരണം. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ആദായത്തിൻ്റെ ഒരു വിഹിതം എന്ത് ചെയ്യാം, ജന്മിക്ക് പാട്ടമായിട്ട് നൽകാമെന്നുള്ള ആ ഒരു എഗ്രിമെൻ്റ് പുറത്ത് എന്ത് ചെയ്യുക, ആ ഒരു ലാൻഡ് അവർ വാടകയ്ക്ക് എടുക്കുക. അപ്പോൾ അങ്ങനെ പാട്ടക്കുടിയാന്മാരായിട്ടുള്ള മലബാറിലെ കർഷകന്മാർ, മാപ്പിളമാർ, ഇങ്ങനെയുള്ള പാട്ടക്കുടിയാന്മാരായിട്ടുള്ള മാപ്പിളമാർ എന്ത് ചെയ്യുന്നു, ജന്മിമാർ ആ ഒരു ലാൻഡ് അല്ലെങ്കിൽ ആ ഒരു ഭൂമിയിൽ നിന്നും എന്ത് ചെയ്യുന്നു, കുടിയൊഴിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരായിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ ഈ ഒരു കലാപം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കലാപം ഉണ്ടാകുന്നത്. ഏകദേശം 22 കലാപങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, മലബാറിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, 22 മാപ്പിള കലാപങ്ങൾ. വർഷം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാലും വെറുതെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. 1835 മുതൽ 1853 വരെയുള്ള കാലഘട്ടത്തിൽ 22 കലാപങ്ങൾ നടന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കലാപങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെന്ത് ചെയ്യും, അതിനെ അടിച്ചമർത്താൻ വേണ്ടി നിൽക്കും. അടിച്ചമർത്തി അതിനുവേണ്ടി എന്ത് കൊണ്ടുവന്നു, MSP മലബാർ സ്പെഷ്യൽ പോലീസ് നിർബന്ധമാണ്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? വൺ വേർഡൊക്കെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ MSP എന്ന് പറയുന്ന മലബാർ സ്പെഷ്യൽ പോലീസിന് എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ അപ്ലൈ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, ഈ ഒരു മാപ്പിള കലാപങ്ങൾ അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ അല്ലേ? ഇനി ഇങ്ങനൊരു കലാപം ഉണ്ടാവുന്നു, ആ കലാപത്തിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ പറഞ്ഞിട്ടില്ലേ, നീലം കർഷക കലാപത്തിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കമ്മീഷൻ വന്നു. അതേപോലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടൊരു കമ്മീഷൻ അല്ലേ വരുന്നു. ആ കമ്മീഷൻ ഏതാണ്, വില്യം ലോഗൻ കമ്മീഷൻ. നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ, വില്യം ലോഗൻ കമ്മീഷൻ. ഓക്കെ, ഈ വില്യം ലോഗൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം അതിലെന്താ പറയുന്നത്, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഇതിന് കാരണം, ഈ ഒരു കലാപങ്ങൾക്കെല്ലാം കാരണമെന്ന് ആര് വിധി എഴുതി, വില്യം ലോഗൻ വിധി എഴുതി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വില്യം ലോഗൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി നയമാണ് ഇതിന് കാരണം, ഈ ഒരു കലാപത്തിന് കാരണം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരുടെ ഭാഗത്തായിരുന്നു, നമ്മളുടെ ഭാഗത്തായിരുന്നു, ഇന്ത്യക്കാരുടെ ഭാഗത്തായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്.
ക്ലിയർ ആയല്ലേ? അപ്പോൾ നിർബന്ധം എന്ത് ചെയ്യുക, ഇത് കൂടി ഒന്ന് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാപ്പിള കലാപങ്ങളായി, നീലം കർഷകരുടെ കലാപമായി. അടുത്തത് സന്താൾ കലാപം. ഓക്കെ, സന്താൾ കലാപം. ഓക്കെ, നോക്കുക, ആരാണ് മക്കളെ സന്താൾമാർ? സന്താൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക, അതൊരു ഗോത്ര ജനതയാണ്. ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലായിട്ട് അതായത് പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളിലുള്ള ഒരു ഗോത്ര വിഭാഗമാണിതെന്ന് സന്താളന്മാർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സന്താൾ കലാപമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സന്താൾ കലാപം നടക്കുന്ന വർഷം 1855-56 കാലയളവിലാണ് എന്ത് ചെയ്യുന്നത്, സന്താൾ കലാപം നടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് പഠിച്ചു നോക്കണേ. 1855 ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് തുടങ്ങിയുള്ള പ്രദേശങ്ങളിലുള്ള രാജ്മഹൽ കുന്നുകളിലുള്ള ഗോത്ര വിഭാഗമാണിതെന്ന് സന്താളന്മാർ, ഇവർ നടത്തിയുള്ള കലാപമാണെന്ന് സന്താൾ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് നടപ്പിലാക്കിയുള്ള വന നിയമങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു കലാപത്തിൻ്റെ കാരണം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ല? അപ്പോൾ കാരണം ഇതാണ്. എന്താണ് കാരണങ്ങൾ? ഒന്നാമത്തേത്, വനത്തിനെ സംരക്ഷിത മേഖലയായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും വനത്തിനെ സംരക്ഷിത മേഖലയാക്കി മാറ്റുന്ന സമയത്ത് വനത്തിൻ്റെ ഉള്ളിൽ കഴിയുന്ന സന്താള ജനത അല്ലെങ്കിൽ ഈ ഒരു ഗോത്ര ജനത എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കുന്നു. അപ്പോൾ അവിടെയുള്ള ആ വനത്തിനുള്ളിൽ കഴിയുന്ന ആൾക്കാരെ മൊത്തം അടിച്ച് പുറത്താക്കിയതിന് ശേഷം ഇവരെന്ത് ചെയ്യുന്നു, വനത്തിനുള്ളിലുള്ള ഈ മരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, വ്യാപകമായിട്ടങ്ങ് വെട്ടി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നശിപ്പിക്കുന്നതല്ല, നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മരങ്ങൾ മുറിച്ചങ്ങ് കൊണ്ടുപോകുന്നു. അതിന് കാരണം രണ്ടാണ്. ഒന്നാമത്തെ എന്താണ്, അത് ഇവർക്ക് ആവശ്യമാണ് മരം എന്തിനു വേണ്ടിയിട്ട്? ഒന്ന്, കപ്പൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, രണ്ട്, റെയിൽപാത നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്. റെയിൽപാത എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പാളം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? കുറച്ച് കാലം മുമ്പ് വരെ, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് വരെ നിങ്ങൾ എന്താണ് ഉള്ളത്, ഈ ഒരു അതായത് മെറ്റൽ ഈ പാളത്തിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ വെക്കുന്ന സംഗതിയില്ല മക്കളെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അതെന്താണ്, അത് കോൺക്രീറ്റ് സ്ലാബാണ് ഇപ്പോൾ നിലവിൽ. മുമ്പൊക്കെ എന്തായിരുന്നു, അത് മരത്തിൻ്റെ തടികളായിരുന്നു ഈ ഒരു സ്ലാബിന് പകരം. മനസ്സിലായി? അപ്പോൾ അങ്ങനെയുള്ള റെയിൽപാത നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, മരങ്ങൾ വ്യാപകമായിട്ട് വെട്ടി കൊണ്ടുപോയിട്ടുള്ളത്. അതേപോലെ തന്നെ കപ്പൽ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. അപ്പോൾ വനത്തിനെ സംരക്ഷിത മേഖലയിൽ പ്രഖ്യാപിച്ചത് എന്തിന് കാരണമായിട്ടുണ്ട്? ഈ ഒരു കലാപത്തിന് കാരണമായിട്ടുണ്ട്. രണ്ടാമത്തെ എന്താണ്, വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു എന്നുള്ളതാണ്. അല്ല, സംരക്ഷിത മേഖലയാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനുള്ള ആൾക്കാർ എന്ത് ചെയ്യും, പുറത്താകും. വനത്തിനുള്ളിലേക്കുള്ള പ്രവേശനം എന്ത് ചെയ്യും, നിഷേധിക്കും. ഓക്കെ അല്ലേ? മൂന്നാമത്തേത്, വനവിഭവത്തിന് മുകളിൽ ബ്രിട്ടീഷുകാർ ചുമത്തിയിട്ടുള്ള ഉയർന്ന നികുതിയുമാണ്. കാലാകാലങ്ങളായിട്ട് ഈ വനത്തിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാരാണ് ആര്, സന്താളന്മാർ. അവർ ജനിച്ച് വളർന്നത് എവിടെയാണ്, വനത്തിനുള്ളിലാണ്. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ തറവാട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ വനത്തിൽ നിന്ന് അവരെ പുറത്താക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, വനവിഭവങ്ങൾ ശേഖരിക്കുക, വിൽക്കുക, വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തടികൾ വിറ്റിട്ടായാലും, നമ്മളുടെ ഈ കായ്കനികൾ വിറ്റിട്ടായാലും, ഈ ഹണി, നമ്മളെ തേൻ വിറ്റിട്ടായാലും ഒക്കെ എന്ത് ചെയ്യാറുണ്ട് അവർ, അത് അവരുടെ ഉപജീവന മാർഗ്ഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള വനവിഭവങ്ങളുടെ മുകളിൽ ഉയർന്ന നികുതി ചുമത്തിയതും എന്തിന് കാരണമായിട്ടുണ്ട്, ഈ ഒരു കലാപത്തിന് കാരണമായിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി പഠിക്കണം എന്നില്ല, കലാപത്തിൻ്റെ നേതാക്കന്മാരുടെ പേരൊന്നും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. ഒന്ന് സിദ്ധു, രണ്ട് കാനു ബ്രദേഴ്സാണ്. സിദ്ധുവും കാനുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സന്താൾ കലാപം നയിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? യെസ്. അപ്പോൾ അടുത്തത് കുറിച്യ കലാപം. ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് കുറിച്യന്മാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വയനാട്ടിലുള്ള ഒരു ഗോത്ര വിഭാഗമാണെന്ന് കുറിച്യന്മാർ അല്ലേ? കുറിച്യന്മാർ, കാണി, അതേപോലെ തന്നെ ചോല നായ്ക്കന്മാർ, വേടന്മാർ, ഇങ്ങനെ ഒരുപാട് വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും പ്രബല വിഭാഗമാണ് ആര്, കുറിച്യന്മാരെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. നമ്മളിനി കേരളം ആധുനികതയിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററൊക്കെ പറഞ്ഞ സമയത്ത്, പഴശ്ശിരാജാവിനൊക്കെ മെൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും ആരെ പഠിക്കും, കുറിച്യന്മാരെ കുറിച്ച് പഠിക്കും. തലക്കൽ ചന്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ നേതാവിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. എന്തായാലും കുറിച്യ കലാപം വർഷം പഠിച്ചു വെക്കണേ, 1812. ഓക്കെ അല്ലേ? 1812 എന്തുണ്ടാകുന്നത്, കുറിച്യ കലാപം ഉണ്ടാകുന്നത്. എവിടെയാണ്? വയനാട്ടിലുള്ള എന്താണ് ഗോത്ര വിഭാഗമാണ് ആര്, കുറിച്യന്മാർ. ഇവർ നടത്തിയിട്ടുള്ള കലാപമാണ് കുറിച്യ കലാപം. വർഷം മറക്കരുത്. ഓക്കെ അല്ലേ? ഇനി അതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്? 3 കാരണങ്ങളുണ്ട് മക്കളെ, നോക്കണം, പഠിക്കണം. ബ്രിട്ടീഷുകാർ ചുമത്തിയിട്ടുള്ള അമിതമായിട്ടുള്ള നികുതിയാണ് ഒന്നാമത്തെ കാരണം. ഓക്കെ. രണ്ടാമത്തെ കാരണം എന്താണ്? നികുതി പണമായിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചത്. ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടാവുക ഇല്ല. ഇവരുടെ കയ്യിലുള്ള ഈ
കാട്ടുവിഭവങ്ങളൊക്കെ വിറ്റിട്ട് കിട്ടുന്നതാണ് അവരുടെ പൈസ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഈ ഒരു നികുതി പണമായിട്ട് അടക്കാൻ നിർബന്ധിച്ചതും അവരെ പ്രകോപിപ്പിച്ചു എന്നാണ് പറയുന്നത്. മൂന്നാമത്തേത് നികുതി അടയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയാത്ത ആൾക്കാരുടെ കൃഷിഭൂമി എന്ത് ചെയ്യുക, ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഈ 3 നിർബന്ധമായിട്ടും പഠിക്കണം. 3 മാർക്ക് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ബ്രിട്ടീഷുകാർ ചുമത്തിയിട്ടുള്ള അമിതമായിട്ടുള്ള നികുതി 1, നികുതി പണമായിട്ട് അടക്കാൻ വേണ്ടി നിർബന്ധിച്ചത് 2, നികുതി അടക്കാൻ വേണ്ടി പറ്റാത്ത ആൾക്കാരുടെ ഭൂമി പിടിച്ചെടുത്തത് 3. ഈ 3 കാരണങ്ങളാണ് കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങൾ. ഇനി നേതാവിൻ്റെ പേര് കൂടി പഠിക്കണം, രാമൻ നമ്പി. ഓക്കെ അല്ലേ? രാമൻ നമ്പിയാണ് എന്തെന്ന് ഈ ഒരു കലാപത്തിൻ്റെ നേതാവ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? അപ്പോൾ അതിൽ കുറച്ച് പോയിൻ്റ് മാത്രം നമുക്ക് അവിടെ പഠിക്കാനുള്ളൂ. പിന്നെ ഒരു കാര്യം ഇവിടെ പ്രത്യേകം പറയേണ്ടുന്നത്, ഏറ്റവും അവസാനം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടറായിട്ടുള്ള ടി.എച്ച്. ബാബർ കലാപത്തെ പറ്റി ഇങ്ങനെ രേഖപ്പെടുത്തി: 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കാണുന്നില്ലേ? യെസ്. അപ്പോൾ അത്രയും പവർഫുള്ളായ ആൾക്കാരായിരുന്നു ആര്, ഈ ഒരു കുറിച്യന്മാരെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെന്ന് പറഞ്ഞാൽ എന്തെന്ന്, അത് മലബാറാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ എന്താണ്, രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ടി.എച്ച്. ബാബർ ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവരുടെ ആ ഒരു യുദ്ധമുറ ആ രീതിയിലാണ് മക്കളെ. അത് നമ്മൾ പഴശ്ശി കലാപം പറഞ്ഞ സമയത്ത് ചെയ്യും, നമ്മൾ ഇവരെക്കുറിച്ച് പറയും. ഇവരുടെ യുദ്ധമുറ എന്ന് പറയുന്നത് എന്താണ്, ഒളിപ്പോരാണ്, ഗറില്ല യുദ്ധമുറ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇവർ എവിടെ നിന്നാണ് ഈ അമ്പ് തൊടുക്കുന്നതെന്നോ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. മനസ്സിലായി? അമ്പ് വന്ന് തറക്കും. ഈ തറക്കുമ്പോൾ മാത്രം എന്താണ് എവിടെയോ ആൾക്കാരുണ്ടെന്ന് മനസ്സിലാവുമല്ലോ. അതും എങ്ങനെയുള്ള അമ്പാന്ന്, ഈ അമ്പിൻ്റെ ഏറ്റവും അറ്റത്ത് എന്തുണ്ടാവും, വിഷം പുരട്ടിയിട്ടുണ്ടാവും. ഇതാണ് എന്ത് ചെയ്യുക, ഡയറക്റ്റ് വന്നിട്ട് ദേഹത്തേക്ക് അങ്ങ് തറക്കുക. മനസ്സിലായി? അപ്പോൾ അങ്ങനെയൊക്കെ അവരെന്ത് ചെയ്യും, ഒളിപ്പോര് ചെയ്തുകൊണ്ടാണ് അവർ മുന്നേറ്റം നടത്തിയിട്ടുള്ളത്. മനസ്സിലായി? അപ്പോൾ എന്താണ്, അതുകൊണ്ടാണ് ടി.എച്ച്. ബാബർ എന്തിട്ടുള്ളത് ഈ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കാം. ക്ലിയർ? യെസ്. അപ്പോൾ ആ ഒരു 3 കലാപങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായും പഠിക്കണേ. ഒന്നുകൂടി ഞാൻ പറയാലോ. അതായത് വർഷം നോക്കിയേ, 1859 ഏതാണ്, നീലം കർഷകരുടെ കലാപം. ഓർമ്മയുണ്ടല്ലോ? 1855-56 ഏതാണ്, സിദ്ധുവും കാനുവിൻ്റെയും നേതൃത്വം നടന്നിട്ടുള്ള സന്താൾ കലാപം. 1812 ഏതാണ്, കുറിച്യ കലാപം. ക്ലിയർ? യെസ്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. യെസ്. അടുത്തെന്താ നോക്കളെ, പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച. നിങ്ങൾ ഇത് ഫുള്ളങ്ങ് വായിച്ച് നോക്കി അങ്ങ് പഠിച്ചങ്ങിയതാക്കൊന്നും വേണ്ട. നിങ്ങൾ ആകെ നോക്കേണ്ടുന്നത് ഇതാണ് പരീക്ഷയ്ക്ക് എല്ലാ പ്രാവശ്യം എന്ത് ചെയ്യുക, ചോദിക്കുക. അതായത് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അവിടെ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ടെക്സ്റ്റിൽ അങ്ങ് മാർക്ക് ചെയ്ത് വെക്കാം. ഇന്ത്യൻ തുണി വ്യവസായത്തിന് തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെ, പല ആവർത്തി പരീക്ഷ ചോദിക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം ഞാൻ തന്നിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇത് മാത്രം അങ്ങ് പഠിച്ചു വെക്കുക അല്ലേ. ഇന്ത്യൻ തുണി വ്യവസായം തകരാനുള്ള കാരണങ്ങൾ എന്തൊക്കെ? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള യന്ത്രനിർമ്മിതമായുള്ള തുണിത്തരങ്ങളായിരുന്നു. ഓക്കെ, ഇവിടെ നമുക്കറിയാം കൈത്തറിയാണല്ലേ. അപ്പോൾ അതിന് താരതമ്യേന പൈസ കൂടുതലായിരുന്നു. അപ്പോൾ യന്ത്രനിർമ്മിതമായിട്ടുള്ള തുണിത്തരങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്തിന് കാരണമായി, അതിന് പൈസ വളരെ കുറവായിരുന്നു. അതായത് ഈ മെഷീൻ മെയ്ഡായിട്ടുള്ള പ്രൊഡക്റ്റിന് പൈസ കുറവും ഹാൻഡ് മെയ്ഡായിട്ടുള്ള പ്രൊഡക്റ്റിന് ഇന്ത്യൻ പ്രൊഡക്റ്റിന് പൈസ കൂടുതലായിരുന്നു. സ്വാഭാവികമായിട്ടും യന്ത്രനിർമ്മിതമായിട്ടുള്ള തുണിത്തരങ്ങൾ ഇന്ത്യയിലേക്ക് വന്നത് എന്തിന് കാരണമായിട്ടുണ്ട്, ഇന്ത്യൻ തുണി വ്യവസായം തകരാൻ കാരണമായിട്ടുണ്ട്. രണ്ടാമത്തേത് റെയിൽവേ വ്യാപകമായതാണ്. ഓക്കെ, റെയിൽവേ വ്യാപകമായതും എന്തിന് കാരണമായിട്ടുണ്ട്, തുണി വ്യവസായം തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. മൂന്നാമത്തേത് ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മുകളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ചുമത്തിയിട്ടുള്ള ഉയർന്ന നികുതിയാണ്. ഇവിടെ ഞാൻ ഗവ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും, അതെന്താണെന്ന്, ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മുകളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു, ഉയർന്ന നികുതി ചുമത്തി അല്ലേ. ഇതും എന്തിന് കാരണമായിട്ടുണ്ട്, തുണി വ്യവസായം തകരുന്നതിന് കാരണമായിട്ടുണ്ട്. ഓക്കെ, നാലാമത്തെ പോയിന്റ്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ ചൂഷണവും പീഡനവും കാരണം നെയ്ത്ത് ജോലി ഉപേക്ഷിച്ചു പല ആൾക്കാരും അല്ലേ. സ്വാഭാവികമായിട്ടും തുണി വ്യവസായം മെല്ലെ മെല്ലെ തകരാൻ വേണ്ടി തുടങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. നിങ്ങൾ ആകെ ഈ ഒരു 4 പോയിന്റ് മാത്രം അങ്ങ് പഠിച്ചങ്ങ് വെക്ക്. ഓക്കെ അല്ലേ. അപ്പോൾ എങ്ങനെ ചോദ്യം വരിക, ഇന്ത്യൻ തുണി വ്യവസായത്തിന് തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കും. അതെന്ത് ചെയ്യുക, ഈ രീതിയിൽ മാത്രം അങ്ങ് പഠിച്ചു പോവുക, ഒന്ന് നല്ല വൃത്തിക്ക് എഴുതുക. ക്ലിയർ? യെസ്. ഇനിയുള്ള എന്താണെന്ന് നോക്കളെ,
കുറച്ച് കാര്യങ്ങൾ ഇവിടെയും പറയുന്നുണ്ട്. അതായത് എന്താണ്, തുണി വ്യവസായത്തിന് തകർച്ചയുടെ ആദ്യ പ്രതിഫലനം കണ്ടത് നഗരങ്ങളിലായിരുന്നു. മുർഷിദാബാദും ധാക്കയും പോലുള്ള തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങൾ ജനവാസരഹിതമാവുകയും ആ ജോലിയിലേർപ്പെട്ട ആൾക്കാർ ഗ്രാമങ്ങളിലെത്തി കൃഷിപ്പണിയിലേക്ക് തിരിയുകയും ചെയ്തു. ഇത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കിയെന്നൊക്കെയാണ് പറയുന്നത്. അതുകൂടി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ അല്ലേ? പിന്നെ നോക്ക്, പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച. ഇവിടെ നോക്കിയാൽ ചില പരമ്പരാഗത വ്യവസായങ്ങൾ പറയുന്നുണ്ട്, അതിൻ്റെ തകർച്ചക്കുള്ള കാരണം പറയുന്നുണ്ട്. മൺപാത്ര നിർമ്മാണം എങ്ങനെ തകരുന്നത്? അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതിയായിരുന്നു അതിനുള്ള കാരണമെന്ന് പറയുന്നത് പറയേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടാമത് തുകൽപ്പണിയാണ്, അല്ലേ? അസംസ്കൃത വസ്തുവായിട്ടുള്ള തുകലിൻ്റെ യൂറോപ്പിലുള്ള കയറ്റുമതി ഇതിന് കാരണമായിട്ടുണ്ട്, ഇതിന് തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. മരപ്പണി, ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം, ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഭയങ്കരമായിട്ടങ്ങ് നോക്കേണ്ടെന്ന് ആവശ്യമില്ല. ഓക്കെ അല്ലേ? പിന്നെ പഠിക്കാനുള്ളത് ആധുനിക വ്യവസായങ്ങളുടെ ആരംഭം, തൊഴിലാളികളുടെ അവസ്ഥയുമാണ്. അതിൽ നിങ്ങൾ നോക്കേണ്ടുന്ന സാധനം എന്ന് പറയുന്നത് ഏകദേശം 19-ാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചു. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, വ്യാവസായിക വിപ്ലവം ഉണ്ടാകുന്ന എവിടെയാണെന്ന് മക്കളെ? അത് ഇംഗ്ലണ്ടിലാണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എത്ര നൂറ്റാണ്ടിൽ? 18-ാം നൂറ്റാണ്ടിലാണെന്നുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയിൽ ഇങ്ങനെയുള്ള വ്യവസായങ്ങളൊക്കെ തുടങ്ങുന്ന എപ്പോഴാണെന്ന് മക്കളെ? അത് 19-ാം നൂറ്റാണ്ടിലാണെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു 19-ാം നൂറ്റാണ്ടിൽ വ്യവസായം തുടങ്ങുകയും ഇങ്ങനെയുള്ള വ്യവസായശാലകളിലുള്ള ജോലിക്കാരുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ് പഠിക്കേണ്ടുന്നത്. അപ്പോൾ ഇതും എന്ത് ചെയ്യണം, നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ്, പക്ഷെ എന്നാലും ചോദിക്കാൻ സാധ്യത കുറവാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നോക്കുക, വ്യവസായങ്ങളിലെ തൊഴിലാളികളും ചൂഷണത്തിന് ഇരയായി. അവരുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ അവരുടെ അവസ്ഥ ശോചനീയമാവാൻ കാരണം? ഒന്നാമത്തേത് മണിക്കൂറുകളോ നീണ്ടുള്ള ജോലി സമയമാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത് കുറഞ്ഞ കൂലി, ഇവർക്ക് ചെറിയ കൂലി മാത്രമേ കൊടുക്കുകയുള്ളൂ. മൂന്നാമത്തേത് അനാരോഗ്യകരമായിട്ടുള്ള താമസ സൗകര്യങ്ങൾ. അപ്പോൾ ഇതുകൂടി എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്ര പോലെയാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. അടുത്തതാണ് 1857 കലാപമാണ്. അത് കുറച്ചധികം പറയാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ അത് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കലാപങ്ങൾ നല്ല വൃത്തിക്കൊന്ന് നോക്കി വെച്ചോണ്ടു. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യൻ തുണി വ്യവസായത്തിന് തകർച്ച, ഇതും എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിക്കും, പഠിച്ചു വെക്കണേ. അപ്പോൾ നമുക്ക് 1857 കലാപം അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് എന്ത് ചെയ്യാം, സംസാരിക്കാം. ഓക്കെ.